എല്ലാവർക്കും നമസ്കാരം. ലങ്കാധിപനായ രാവണൻ പാതാളം കാണുവാൻ പോയ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പറയുന്നത്. ഭൂമിയിൽ നിന്ന് 6 ലോകങ്ങൾ കടന്നു വേണം പാതാള ലോകത്തെത്താൻ. അങ്ങനെ രാവണൻ ഓരോരോ ലോകങ്ങളായി കടന്ന് സുതലം എന്ന് പറയുന്ന ലോകത്തെത്തി. അതിമനോഹരമായിട്ടുള്ളൊരു ഉദ്യാനം അവിടെ കണ്ടു. അദ്ദേഹം ആ ഉദ്യാനത്തിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നടക്കുമ്പോൾ കുറച്ച് ദൂരെയായി അതിനേക്കാൾ മനോഹരമായിട്ടുള്ളൊരു കൊട്ടാരം കാണുകയാണ്. എന്താ ഇവിടെ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കൊട്ടാരം? അതിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കാണാമെന്ന് കരുതി രാവണൻ ആ കൊട്ടാരത്തിൻ്റെ അരികിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു കുട്ടി കയ്യിൽ വലിയൊരു കുന്തമൊക്കെ ആയിട്ട് ആ കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ചെറിയ കുട്ടിയല്ലേ എന്ന് കരുതി രാവണൻ ആ കുട്ടിയെ ശ്രദ്ധിക്കാതെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ആ കുട്ടി രാവണൻ്റെ വഴി തടഞ്ഞുകൊണ്ട് വളരെയധികം ബഹുമാനത്തോടു കൂടി പറയുന്നു, അല്ലയോ മഹാത്മാവേ, ഇവിടെ അങ്ങനെ പെട്ടെന്ന് അനുവാദമൊന്നും എടുക്കാതെ ആർക്കും അകത്ത് കടക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ കാവൽ നിർത്തിയിട്ടുള്ളത്. അങ്ങ് കുറച്ച് സമയം ഇവിടെ വിശ്രമിക്കുകയാണെങ്കിൽ ഞാൻ അകത്ത് പോയി മഹാരാജാവിൻ്റെ അനുവാദം മേടിച്ചു വരാമെന്ന് പറയും. അപ്പോൾ രാവണൻ വളരെ അത്ഭുതമായി. അപ്പോൾ രാവണൻ ചോദിക്കുകയാണ്, ഇവിടെ ഒരു മഹാരാജാവുണ്ടോ? ആരാ ഇവിടുത്തെ മഹാരാജാവ് എന്ന് ചോദിക്കും. അപ്പോൾ കുട്ടി പറയാണ്, പ്രഹ്ലാദൻ്റെ പൗത്രനായിട്ടുള്ള മഹാബലി ചക്രവർത്തിയാണ് ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നത് എന്ന് പറയും. അപ്പോൾ രാവണൻ വളരെയധികം അത്ഭുതത്തോടു കൂടി ചോദിക്കും, പണ്ട് മഹാവിഷ്ണു പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ അതേ മഹാബലി തന്നെയാണോ ഇവിടെ താമസിക്കുന്നത്? അപ്പോൾ കുട്ടി പറയും, അതേ മഹാബലി തമ്പുരാൻ തന്നെയാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് പറഞ്ഞ് കുട്ടി അകത്തേക്ക് പോയി മഹാബലിയിൽ നിന്ന് രാവണന് ഉള്ളിലേക്ക് പോകുവാനുള്ള അനുവാദവും വാങ്ങി വന്ന് രാവണനെ ഉള്ളിലേക്ക് വിട്ടു. അങ്ങനെ ഉള്ളിലേക്ക് ചെന്ന രാവണൻ സാക്ഷാൽ മഹാബലി തമ്പുരാൻ ഇങ്ങനെ രത്നകിരീടമൊക്കെ അണിഞ്ഞ് സിംഹാസനത്തിൽ പ്രൗഢിയോടെ ഇരിക്കുന്നത് കാണുകയാണ്. മഹാബലി വളരെയധികം സന്തോഷത്തോടു കൂടി രാവണനെ സ്വീകരിച്ചു. അങ്ങനെ രണ്ടുപേരും കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ രാവണൻ ചോദിക്കുകയാണ് മഹാബലിയോട്, അങ്ങ് എന്തിനാണ് ഇങ്ങനെ പേടിച്ച് ഈ പാതാളത്തിൽ തന്നെ കഴിച്ചു കൂട്ടുന്നത്? അങ്ങേക്ക് ഭൂമിയിലേക്ക് വന്നൂടെ? കാരണം ഭൂമിയിൽ അവിടെ ഞാനുണ്ട്, ലങ്കാധിപനായിട്ടുള്ള ഞാനുണ്ട്. എന്നെ പേടിച്ചിട്ട് ഒരു മഹാവിഷ്ണുവും ഇനി അങ്ങയെ ഉപദ്രവിക്കില്ല. അങ്ങയെ ചവിട്ടി താഴ്ത്തിയതല്ലേ ഭൂമിയിലേക്ക്. അപ്പോൾ അങ്ങ് ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ പേര് കേട്ടാൽ പോലും അവരൊക്കെ വിറയ്ക്കും. കാരണം കൈലാസ പർവ്വതത്തെ വരെ എടുത്തുയർത്തി അമ്മാനാടിയിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാനുള്ളപ്പോൾ അങ്ങേക്ക് യാതൊരു പേടിയും വേണ്ട. അങ്ങ് തിരിച്ച് ഭൂമിയിലേക്ക് വരൂ എന്ന് പറയും. അതിന് മഹാബലി ഒരു മറുപടിയും പറഞ്ഞില്ല. മഹാബലി എന്ത് പറയും? രാവണ വരൂ, കൊട്ടാരം കാണുവാൻ വേണ്ടി വന്നതല്ലേ, നമുക്ക് കൊട്ടാരത്തിൻ്റെ എല്ലാ ഭാഗത്തും നടന്ന് കാണാമെന്ന് പറഞ്ഞ് രാവണനെയും കൊണ്ട് കൊട്ടാരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ നടന്ന് കാണിച്ച് രാജസദസ്സൊക്കെ കൂടുന്ന നടുത്തളത്തിലെത്തി. അപ്പോൾ നടുത്തളത്തിലെത്തിയപ്പോൾ ആ നടുത്തളത്തിൻ്റെ നടുഭാഗത്ത് തന്നെയായിട്ട് വലിയൊരു തളിക കിടക്കുന്നു. തളിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന പ്ലേറ്റ് പോലെയുള്ളതിനെയാണ് നമ്മൾ തളിക എന്ന് പറയുക. അപ്പോൾ ആ തളിക കണ്ടപ്പോൾ രാവണന് തോന്നി, അയ്യോ, ഒരു 100 പേർക്ക് ഒറ്റയടിക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ള ഒരു തളികയാണല്ലോ. ഇതെന്താ ഇവിടെ കിടക്കണേ? ആരാണാവോ ഇതിൽ ഭക്ഷണം കഴിക്കണേ? പിന്നെ ആ ഒരു നടുത്തളത്തിൽ, ആ ഒരു സദസ്സിൻ്റെ നടുത്തളത്തിൽ അത് കിടക്കുമ്പോൾ അതൊരു അഭംഗിയുമായിട്ട് രാവണന് തോന്നി. അപ്പോൾ രാവണൻ മഹാബലിയോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ തളിക ഇവിടെ ഇട്ടത്? ഇത് ഈ സദസ്സിനൊരു അഭംഗിയല്ലേ, ഇതെടുത്ത് ഇവിടെ നിന്നൊന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ എന്തു പറയും നമ്മുടെ മഹാബലി? എനിക്കും തോന്നാറുണ്ട്, ഇത് കാണുമ്പോൾ അത്രയ്ക്ക് ഭംഗിയൊന്നുമില്ല, ഇതിവിടെ ഇരുന്നിട്ട് മാറ്റണമെന്ന് ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ച് പരിചാരകരോട് അത് ചെയ്യുവാൻ പറഞ്ഞു. പക്ഷെ ഒരാൾക്ക് പോലും ഈ തളികയെ ഈ കിടക്കുന്ന സ്ഥലത്തൊന്നും അനക്കാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ രാവണൻ പറയും, എന്നാൽ ശരി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ കൈലാസമൊക്കെ ഉയർത്തിയ ആളാണ്, എനിക്ക് വളരെ എളുപ്പത്തിൽ ഇത് മാറ്റാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മഹാബലി പറഞ്ഞു, എന്നാൽ ശരി, അങ്ങൊന്നത് മാറ്റിത്തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാവണൻ തൻ്റെ ഒരു കൈ കൊണ്ട് അത് പൊക്കാൻ നോക്കി, അത് അനങ്ങുന്നില്ല. 2 കൈ കൊണ്ട് എല്ലാ ബലവും എടുത്ത് പൊക്കാൻ നോക്കിയിട്ടും ആ തളികയെ അവിടെ നിന്നൊന്ന് അനക്കാൻ പോലും സാധിച്ചില്ല. ഒടുവിൽ തളർന്ന് രാവണൻ ഇങ്ങനെ ഇരിക്കുകയാണ്. തളർന്നിരുന്ന രാവണനെ മഹാബലി വിശ്രമമുറിയിലേക്ക് കൊണ്ടുപോയി ഇരുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങേക്കറിയാമോ, അങ്ങ് ഇപ്പോൾ മാറ്റാൻ ശ്രമിച്ച ആ തളിക അതൊരു സാധാരണ തളികയൊന്നുമല്ല. അത് എൻ്റെ മുത്തശ്ശൻ ഹിരണ്യകശിപുവിൻ്റെ ഒരു കാതിലണിഞ്ഞിരുന്ന കുണ്ടലമാണ്. കർണാഭരണം, അതായത് കാതിലണിയുന്ന ഒരു ആഭരണമായിരുന്നു. കൈലാസപർവ്വതത്തെ കൈകൊണ്ട് പൊക്കിയ അങ്ങേക്ക് ആ ഒരു കുണ്ടലത്തെ ഒന്ന് അനക്കുവാൻ പോലും സാധിച്ചില്ല. അപ്പോൾ അത്തരത്തിലുള്ള കുണ്ടലം അണിഞ്ഞിരുന്ന ഹിരണ്യകശിപുവിൻ്റെ ആ രൂപമൊന്ന് അങ്ങ് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ശക്തിയുള്ള ഒരാളായിരുന്നിരിക്കാം. അങ്ങനെയുള്ള ഹിരണ്യകശിപുവിനെയാണ് മടിയിലേക്ക് എടുത്ത് കിടത്തി നെഞ്ചു പിളർന്ന് നരസിംഹമൂർത്തി കൊന്നത്. അതിനുവേണ്ടി മാത്രമാണ് മഹാവിഷ്ണു നരസിംഹമായി അവതാരമെടുത്തത്. 3 ലോകങ്ങളും നടുങ്ങുന്ന രീതിയിൽ അലറിക്കൊണ്ട് ഹിരണ്യകശിപുവിനെ എടുത്ത് മടിയിൽ കിടത്തുമ്പോൾ ഭൂമിയിൽ നിന്നും പാതാളത്തിലേക്ക് തെറിച്ചു വീണ കുണ്ടലമാണ്. അല്ലയോ രാവണ,
അങ്ങിപ്പോൾ അനക്കാൻ ശ്രമിച്ചത് എന്ന് മഹാബലി പറയും. എന്നിട്ട് പറയാണ്, അങ്ങനെയുള്ള ഹിരണ്യകശിപുവിനെ കൊന്ന മഹാവിഷ്ണുവിനെ അങ്ങൊരിക്കലും നിസ്സാരനായി കാണരുത്. സ്വന്തം ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി തൂണ് പിളർന്നാണ് അദ്ദേഹം വന്നതും ഹിരണ്യകശിപുവിനെ കൊന്നതും. പിന്നെ പറയാണ്, ഒരു കാര്യം കൂടി അങ്ങ് മനസ്സിലാക്കണം. 3 അടി മണ്ണ് അളന്നു കൊടുക്കാൻ സാധിക്കാതിരുന്ന ഞാൻ നാരായണൻ്റെ മുമ്പിൽ ഇങ്ങനെ എൻ്റെ തല കാണിച്ചു കൊടുത്തത് ഭഗവാന്റെ ആ പാദസ്പർശം എൻ്റെ ശിരസിൽ പതിയുവാൻ വേണ്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് രാവണനോട് മഹാബലി പറയുന്നത്? രാവണ, ഇതുപോലെ ഭക്തരെ രക്ഷിക്കുന്ന മറ്റൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കില്ല. താങ്കൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുന്തവും പിടിച്ച് ഒരു കുട്ടി ആ ഗോപുരത്തിൻ്റെ കവാടത്തിൽ കാവൽ നിൽക്കുന്നത് കണ്ടില്ലേ? അത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ കുട്ടിയല്ല രാവണ. അത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള വാമനമൂർത്തിയാണ്. ഭൂമിയിൽ നിന്നും എന്നെ ഇങ്ങോട്ട് വിട്ട അതേ വാമനമൂർത്തി തന്നെ ഇവിടെ എനിക്ക് കാവലിനായി വന്നു നിൽക്കുന്നു എന്ന് പറയും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് രാവണന് മഹാവിഷ്ണു എന്തായിരുന്നുവെന്നും മഹാബലിക്ക് മഹാവിഷ്ണുവിനോടുള്ള ഭക്തി എത്രമാത്രമാണ് എന്നതും മനസ്സിലായത്. കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കഥകൾ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അടുത്തൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം.